മുഖ്യമന്ത്രിയുടെ മകളെ മനഃപൂർവ്വം ബുദ്ധിമുട്ടിക്കാൻ വ്യവസായ വകുപ്പിലെ ഉന്നതർക്ക് പ്ലാൻ ബിയു. മുഖ്യമന്ത്രിയുമായി ഏറെ അടുപ്പം പുലർത്തുന്ന വ്യവസായ മന്ത്രി പി രാജീവ് അറിയാതെ ചില ദുഷ്ടശക്തികൾ വീണ വിജയനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതായാണ് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടവർ സംശയിക്കുന്നത്. മാസപ്പടി വിവാദത്തിൽ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് KSIDC ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിനെ സമീപിച്ചതാണ് മുഖ്യമന്ത്രിയെ സംശയാലുവാക്കിയത്. എന്താണ് ഹർജിയുടെ പിന്നിലെ ഉദ്ദേശമെന്ന വ്യവസായ മന്ത്രി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിൽ പോയാൽ എന്ത് സംഭവിക്കുമെന്ന് നന്നായി അറിയുന്നവരാണ് ഇങ്ങനെ ഒരു കൃത്യത്തിന് മുൻകൈയെടുത്തത്. ഓരോ കേസും ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യുമ്പോൾ തന്നെ ബെഞ്ച് മനസ്സിലാക്കാൻ കഴിയും. ഫെബ്രുവരി 26-ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ കാര്യത്തിൽ തീരുമാനമാകുമെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും കൊള്ളരുതായ്മകൾ കേരള ഹൈക്കോടതിയിൽ നിരന്തരം ചോദ്യം ചെയ്യുന്ന ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിന് മുന്നിൽ നിന്ന് വിയർക്കുകയാണ് സർക്കാർ. സീസറിന്റെ ഭാര്യ വിശുദ്ധയായിരിക്കണമെന്ന് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞാൽ പിണറായിയുടെ പണി കഴിയും. മാസപ്പടി കേസിൽ KSIDCയുടെ നിശബ്ദത ദുരൂഹമെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത് മുഖ്യമന്ത്രിയുടെ മകളെ കൂടുതൽ കുരുക്കിലാക്കി. വിശദീകരണം നൽകണമെന്ന ROC നോട്ടീസ് KSIDC അവഗണിച്ചതായി കേന്ദ്ര സർക്കാർ പറയുന്നു. ഷോൺ ജോർജിന്റെ പരാതിയിൽ KSIDCയോട് വിശദീകരണം തേടിയിരുന്നു. എന്നാൽ നിശ്ചിത സമയപരിധിക്കുള്ളിൽ മറുപടി നൽകിയില്ല. ഇക്കാര്യം കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തെ അറിയിച്ചിരുന്നു. സമയപരിധി കഴിഞ്ഞ ശേഷം KSIDCയുടെ ഇമെയിൽ കിട്ടി. എന്നാൽ ആരോപണങ്ങൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. ROCയുടെ കത്ത് കിട്ടി എന്നതിന്റെ ഔദ്യോഗിക മറുപടി മാത്രമായിരുന്നു അത്. ആരോപണങ്ങളിൽ സ്വയം പ്രതിരോധിക്കാൻ പോലും KSIDC മെനക്കെട്ടില്ല. KSIDCയുടെ നിശബ്ദത ഒരുപാട് ദുരൂഹതകൾ ഉണർത്തുന്നതെന്ന് ROC പറയുന്നു. തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി KSIDCയുടെ പ്രതിനിധി ഡയറക്ടർ ബോർഡിൽ ഉണ്ടെന്ന് CMRL അറിയിച്ചിരുന്നു. ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് കേന്ദ്ര സർക്കാരിനായി ROCയുടെ മറുപടി. അന്വേഷണത്തിൽ പൊതു താൽപര്യമില്ലെന്ന KSIDCയുടെ വാദം നിലനിൽക്കില്ല. CMRL കമ്പനിയിലെ രണ്ടാമത്തെ ഷെയർ ഹോൾഡറാണ് KSIDC. പൊതുമേഖലാ സ്ഥാപനമായതുകൊണ്ട് തന്നെ പൊതു താൽപര്യമുണ്ട്. ഇക്കാര്യം പരാതിക്കാരനായ ഷോൺ ജോർജ് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലത്തിൽ പറയുന്നു. ഇല്ലാത്ത സേവനത്തിന് മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസിന് CMRL പണം നൽകിയെന്ന ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് CMRLന്റെ വിശദീകരണം തേടിയെന്ന് KSIDC ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ഇതുവരെ വിശദീകരണം ലഭിച്ചിട്ടില്ലെന്നും അറിയിച്ചു. എന്നാൽ വിശദീകരണം തേടിയതിന്റെ രേഖ ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ സമയം തേടിയതിനെ തുടർന്ന് അന്വേഷണത്തിനെതിരായ KSIDCയുടെ ഹർജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഫെബ്രുവരി 26-ന് പരിഗണിക്കാൻ മാറ്റി. മുഖ്യമന്ത്രിയുടെ മകൾക്ക് നോട്ടീസ് നൽകാൻ ഏതായാലും സർക്കാർ കമ്പനി തയ്യാറാവുമെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. ഇതേ സംശയം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനുമുണ്ട്. അതാവാം അദ്ദേഹം കത്ത് ആവശ്യപ്പെട്ടത്. CMRL എക്സാലോജിക് കമ്പനിക്ക് പണം നൽകിയാൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഷോൺ ജോർജ് നൽകിയിരിക്കുന്ന ഹർജിയും അന്ന് പരിഗണിക്കും. SFIO അന്വേഷണം ആരംഭിച്ചതിനാൽ ഈ ഹർജിയിലെ തുടർ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് CMRLന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടെങ്കിലും കോടതി തയ്യാറായില്ല. ഹർജി പരിഗണിക്കവേ എന്തുകൊണ്ടാണ് അന്വേഷണത്തെ എതിർക്കുന്നതെന്ന് കോടതി ചോദിച്ചു. വ്യവസായ സ്ഥാപനങ്ങൾക്ക് പണം നൽകുന്ന സ്ഥാപനമാണെന്നും അന്വേഷണം വിശ്വാസ്യതയെയും ക്രെഡിറ്റ് റേറ്റിംഗിനെയും ബാധിക്കുമെന്നും KSIDCക്കോ ഹാജരായ സുപ്രീം കോടതി അഭിഭാഷകൻ CS വൈദ്യനാഥൻ വാദിച്ചു. CMRL നാമനിർദ്ദേശം ചെയ്യുന്ന ഡയറക്ടറും 13.4% നിക്ഷേപം ഉണ്ടായിട്ടും ഇല്ലാത്ത സേവനത്തിന് ഫണ്ട് അനുവദിച്ചതടക്കമുള്ള കാര്യത്തിൽ എന്തുകൊണ്ടാണ് വിശദീകരണം തേടാത്തതെന്ന് കോടതി ആരാഞ്ഞു. CS വൈദ്യനാഥൻ ലക്ഷങ്ങൾ വാങ്ങുന്ന വക്കീലാണ്. അദ്ദേഹത്തിന് കൊടുക്കാനുള്ള ഫീസും കേരളം കൊടുക്കേണ്ടി വരും. ഇക്കാര്യത്തിൽ നാമനിർദ്ദേശം ചെയ്ത ഡയറക്ടർക്കും ബാധ്യതയുണ്ടെന്ന് കോടതി ഓർമ്മിപ്പിച്ചു. എന്നാൽ ബുക്ക് ഓഫ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്തതിനാൽ ഈ വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞില്ലെന്നായിരുന്നു മറുപടി. ഇൻട്രീം റിപ്പോർട്ട് വന്നതിന് ശേഷം വിശദീകരണം തേടിയെന്നും വിശദീകരിച്ചു. CMRL നടത്തിയ പണമിടപാട് വിശദമായി അന്വേഷിക്കുന്നതിനായാണ് SFIOയ്ക്ക് കൈമാറിയതെന്ന് കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ RV ശ്രീജിത്ത് വിശദീകരിച്ചു. പൊതുപണവും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇൻട്രീം റിപ്പോർട്ട് മാത്രമല്ല കമ്പനി രജിസ്ട്രാറിന്റെ റിപ്പോർട്ടും കണക്കിലെടുത്തിട്ടുണ്ടെന്ന് വിശദീകരിച്ചു. SFIO അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് KSIDC നൽകിയ ഹർജിയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് പരിഗണിച്ചത്. KSIDCക്കെതിരെ തുടരന്വേഷണം ആവശ്യമാണെന്ന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് വേണ്ടി കേന്ദ്ര സർക്കാർ അറിയിച്ചു. ലഭ്യമാക്കിയ രേഖകൾ പരിശോധിച്ച് ബോധ്യപ്പെടേണ്ടതുണ്ട്. അനധികൃത പണമിടപാടുകൾ പൊതുസ്ഥാപനമായ KSIDCക്ക് നഷ്ടം വരുത്തുന്നതാണെന്നും കേന്ദ്രം ചൂണ്ടിക്കാട്ടി. ആരോപണ വിധേയമായ ഇടപാടുകൾ അന്വേഷിക്കുന്നതിന് കമ്പനി കാര്യ നിയമപ്രകാരം നിയോഗിച്ച 3-അംഗ സമിതി ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചതായും കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു. സഹാറ കേസിൽ ഉപകമ്പനികൾക്കെതിരായ അന്വേഷണം സുപ്രീം കോടതി ശരിവച്ചിരുന്നു. ഏതെങ്കിലും കമ്പനികളിൽ ക്രമക്കേട് നടന്നാൽ സ്വതന്ത്ര ഡയറക്ടർമാർ പോലും ഉത്തരവാദികളാണെന്ന് സത്യം കമ്പ്യൂട്ടേഴ്സ് കേസിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും വാദമുണ്ടായി.
എന്നാൽ ആരോപിക്കപ്പെടുന്ന ഇടപാടുകൾ അക്കൗണ്ട് ബുക്കിൽ ഇല്ലാത്തതാണെന്നും അതിനാൽ KSIDCക്ക് അറിവില്ലെന്നും CS വൈദ്യനാഥൻ വാദിച്ചു. കോടതിയുടെ അനുമതിയോടെ മാത്രമേ നോട്ടീസ് പോലും നൽകാവൂ എന്ന് നിർദ്ദേശിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ KSIDC ക്ലീനായി വരണമെന്ന് കോടതിയും പറഞ്ഞു. ചുരുക്കത്തിൽ വീണയ്ക്കെതിരെയാണ് സർക്കാർ സ്ഥാപനത്തിന്റെ വാദം. എക്സാലോജിക്ക് വീണ്ടും ഉയർത്തുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും തെരഞ്ഞെടുപ്പ് അടുത്തു വന്നതോടെ മുഖ്യമന്ത്രിയുടെ പേര് വലിച്ചിഴയ്ക്കാനായാണ് നീക്കമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. എന്നാൽ കോടതി നടപടികൾ സസൂക്ഷ്മം ഇത് ശരിയല്ലെന്ന് മനസ്സിലാവും.